കാർഷിക വാർത്തകളിലേക്ക്. ഏലക്കയുടെ വിലയിടിക്കാൻ വിപണി നീക്കം. റെക്കോർഡ് വിലയിൽ വെളിച്ചെണ്ണ. കുരുമുളക് വിലയും വർധനയുടെ പാതയിൽ. പ്രതീക്ഷ വിടാതെ റബ്ബർ കർഷകർ. മഴമേഘങ്ങളുടെ വരവ് കണ്ട് വാങ്ങലുകാർ ഏലക്ക വില ഇടിക്കാൻ ശ്രമം നടത്തി. തേക്കടിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾക്കും 3000 രൂപയുടെ താങ്ങ് നഷ്ടപ്പെട്ട് 2910 രൂപയായി. ശരാശരി ഇനങ്ങൾ 2564 രൂപയിൽ കൈമാറി. മൊത്തം 42,897 കിലോ ചരക്ക് വന്നതിൽ 40,940 കിലോയും വിറ്റഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ആഭ്യന്തര വിപണികളിൽ നിന്നും ഏലത്തിന് ഡിമാൻഡ് നിലവിലുണ്ട്. വെളിച്ചെണ്ണ സർവകാല റെക്കോർഡ് വിലയിൽ. കൊച്ചിയിൽ എണ്ണവില കിൻഡലിന് 24,100 രൂപയായി ഉയർന്നു. രൂക്ഷമായ കൊപ്രക്ഷാമം വെളിച്ചെണ്ണ വിപണി നേട്ടമാക്കി. തമിഴ്നാട്ടിൽ കൊപ്രയ്ക്ക് 150 രൂപ ഇന്ന് ഉയർന്ന് 16,050 രൂപയായി. കൊച്ചിയിൽ കൊപ്ര 16,000 രൂപയിലാണ്. പച്ചതേങ്ങയ്ക്കും വിൽപ്പനക്കാർ കുറഞ്ഞത് കൊപ്രയാട്ട് വ്യവസായികളെ സമ്മർദ്ദത്തിലാക്കി. കാർഷിക മേഖലകളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള കുരുമുളക് വരവ് കുറഞ്ഞു. ഇന്ന് കേവലം 20 ടൺ മുളക് മാത്രമാണ് വിപണിയിലെത്തിയത്. മുഖ്യ ഉൽപാദന മേഖലകളിൽ വിൽപ്പനക്കാർ കുറവാണ്. ഉൽപാദകരും മധ്യവർത്തികളും ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നത് നിരക്ക് ഉയരാൻ അവസരമൊരുക്കി. കൊച്ചിയിൽ മുളക് വില ക്വിന്റലിന് 100 രൂപ ഉയർന്ന് 68,600 രൂപയായി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ അളവിൽ മഴ അനുഭവപ്പെട്ടത് തോട്ടമേഖലയിലെ പകൽ താപനില കുറയാൻ അവസരമൊരുക്കിയെങ്കിലും തുടർമഴ ലഭ്യമായാൽ മാത്രമേ നിർത്തിവെച്ച ടാപ്പിംഗ് പുനരാരംഭിക്കാനാവൂ. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 198 രൂപയിൽ വിപണനം നടന്നു. ഉൽപ്പന്നം 200ലേക്ക് ഇന്ന് കുതിക്കുമെന്ന നിഗമനത്തിലായിരുന്നു ഉൽപാദന മേഖല. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കൊച്ചി ലേല കേന്ദ്രത്തിൽ തേയില വിൽപ്പന വർദ്ധിച്ചു. റംദാൻ മാസത്തിലെ ആവശ്യകത ഉയർന്നതാണ് കാരണം. എല്ലാ തേയില ഇനങ്ങൾക്കും കനത്ത വിൽപ്പനയാണ് കൊച്ചി ലേല കേന്ദ്രത്തിലുണ്ടായിരിക്കുന്നത്. റമദാൻ നോമ്പുകാലത്ത് ഗുണനിലവാരമുള്ള ചായപ്പൊടികൾക്ക് മികച്ച ഡിമാൻഡുള്ളതായാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. മൊത്തം വിറ്റഴിച്ച തേയില വിഭാഗങ്ങളിൽ 64% CTC തേയില വിഭാഗമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഓർത്തഡോക്സ് തേയിലപ്പൊടി വിപണി അല്പമിടിവിലാണ്. എന്നാൽ ഓർത്തഡോക്സ് തേയില വിഭാഗം ശക്തമായിരുന്നു. വിൽപ്പനയ്ക്ക് എത്തിയതിൽ 96% വിറ്റഴിക്കപ്പെട്ടു. ഇല മുഴുവനായും നുറുങ്ങ് തേയിലയും വിൽപ്പന മുന്നേറ്റത്തിലാണ്. 5 മുതൽ 10 രൂപ വരെ വർധനയാണ് ഈ വിഭാഗത്തിലുണ്ടായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. CIS രാജ്യങ്ങളും വിപണിയിൽ സജീവമായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. രാജ്യത്ത് ഗോതമ്പ് വിളവിൽ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% വിളവ് കൂടുതൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. ഈ വർഷം രാജ്യത്തെ ഗോതമ്പ് ഉൽപാദനം 115 ദശലക്ഷം ടൺ കവിയുമെന്നാണ് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കഴിയുന്ന ഇനങ്ങൾ കൃഷി ചെയ്തതാണ് ഉൽപാദനം മെച്ചപ്പെടാൻ കാരണം. ഗോതമ്പ് കൃഷി ചെയ്തതിൽ 67% ഇത്തരത്തിലുള്ളവയാണ്. സംഭരണം വേഗത്തിലാക്കുന്നതിനായി അടിസ്ഥാന ഗുണനിലവാര മാനദണ്ഡങ്ങളിൽ സർക്കാർ ഇളവ് വരുത്തിയേക്കും. പല സംസ്ഥാനങ്ങളിലും അടിസ്ഥാന താങ്ങുവിലയ്ക്ക് താഴെയാണ് ഗോതമ്പ് വിറ്റഴിക്കുന്നത്. മധ്യപ്രദേശും രാജസ്ഥാനും കിൻഡലിന് 2,425 എന്ന അടിസ്ഥാന താങ്ങുവിലയ്ക്ക് പുറമെ ബോണസ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കയറ്റുമതി ചെലവ് കുറയ്ക്കുന്നതിനായി കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിനാണ് വ്യാപാരികൾ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. US നിന്നും ആപ്പിൾ അടക്കമുള്ള ഫലവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചേക്കും. ആശങ്കയിൽ ജമ്മു കശ്മീരിലെ ആപ്പിൾ കർഷകർ. ആപ്പിൾ, വാൽനട്ട്, ബദാം, ക്രാൻബെറി എന്നിവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് പരിഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധവുമായി ജമ്മു ആൻഡ് കാശ്മീരിലെ കർഷകർ. മൊത്ത വ്യാപാര വിപണികൾ വില കുറഞ്ഞ ഇനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് ഇടിയും. ഇത് ഉപജീവന മാർഗത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. ഏപ്രിൽ 2-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്പര താരിഫ് നടപ്പാക്കുന്നതിന് മുൻപ് വാഷിംഗ്ടൺ US നിന്നുള്ള ആപ്പിൾ, വാൽനട്ട്, ബദാം, ക്രാൻബെറി എന്നിവയുടെ ഇറക്കുമതി തീരുവയിൽ കുറവുണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഈ നീക്കം ഇന്ത്യയിലെ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലുടനീളമുള്ള ആപ്പിൾ കർഷകരെ ബാധിക്കുമെന്ന് ആപ്പിൾ ഫാർമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സഹൂർ അഹമ്മദ് റാത്തർ പറഞ്ഞു. US കർഷകരുമായി മത്സരിക്കാൻ നമ്മുടെ കർഷകർക്ക് കഴിയില്ല. അമേരിക്കയിൽ കർഷകർക്ക് 32% കൂടുതൽ സബ്സിഡികൾ ലഭിക്കുന്നു. അതേസമയം ജമ്മുവിലെ കർഷകർക്ക് 3.5% കൂടുതൽ ലഭിക്കുന്നില്ലെന്നും റാത്തർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. റേഷനരിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. വിഹിതം വെട്ടിക്കുറച്ച ഗുണനിലവാരം ഉയർത്താനുള്ള പദ്ധതിയാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന അരി സ്റ്റോക്കിലെ ധാന്യവിഹിതം കുറച്ചുകൊണ്ടാകും പദ്ധതി നടപ്പിലാക്കുക. നിലവിലുള്ള വിഹിതം 25% ഉള്ളത് 10% കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും. പദ്ധതി വിജയിച്ചാൽ പൊതുവിതരണ സംവിധാനത്തിലെ ചോർച്ച കുറയ്ക്കുകയും എത്തനോൾ ഉൽപ്പാദനത്തിനുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും സംഭരണ ചെലവ് കുറയ്ക്കുകയും ചെയ്യാനാകും. പദ്ധതി പ്രകാരം 15% നുറുക്കരി വേർതിരിച്ച ശേഷം അരിമില്ലുകളിൽ നിന്ന് നേരിട്ട് എത്തനോൾ വാങ്ങുന്നതിനായി ഡിസ്റ്റിലറികൾക്ക് വിൽക്കും. 2025 ഒക്ടോബർ 31 വരെ
FCIയിൽ നിന്ന് എത്തനോളിനായി 24 ലക്ഷം ടൺ അരി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒഡീഷയിലെ പപ്പായ ഇനി ലണ്ടൻ തീന്മേശകളിലേക്ക്. ഒഡീഷയിലെ ആദിവാസി സ്ത്രീകൾ കൃഷി ചെയ്യുന്ന പപ്പായയുടെ പോഷകമൂല്യവും വ്യത്യസ്തമായ രുചിയുമാണ് കയറ്റുമതി ഡിമാൻഡ് ഉയർത്തിയത്. ഒഡീഷയിലെ സപ്തസജിയ അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയിലെ 14 വനിതാ കർഷക അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘമാണ് പപ്പായ കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ഒഡീഷയിലെ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ആദ്യമായാണ് ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. പ്രാദേശികമായി വളർത്തിയ പ്രീമിയം ഗുണനിലവാരമുള്ളവയാണ് പച്ചത്തൊലിയോടുകൂടിയ പപ്പായ. ഇതാണ് കയറ്റുമതി ചെയ്തത്. UK, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പച്ച പപ്പായയ്ക്ക് നല്ല ഡിമാൻഡുണ്ട്. വിലയിലും കർഷകർക്ക് നേട്ടമായെന്നാണ് വിലയിരുത്തൽ. 40 മുതൽ 62% വർധനയാണ് ലഭിച്ചിരിക്കുന്നത്. പോഷകമൂല്യം, വ്യത്യസ്തമായ രുചി, ലഭ്യത, കുറഞ്ഞ ഉൽപാദന ചെലവ് എന്നിവ കാരണം കയറ്റുമതി വിപണികളിൽ ഒഡീഷയിൽ നിന്നുള്ള പച്ച പപ്പായയ്ക്ക് നല്ല ഡിമാൻഡാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉയർന്ന താപനില മൂലം കോഴികൾ ചത്തൊടുങ്ങുന്നു. മുട്ടയുൽപാദനം കുറയാതിരിക്കാൻ കോഴികളിലെ ചൂട് സമ്മർദ്ദം കുറയ്ക്കണമെന്ന് റിപ്പോർട്ട്. ഉയർന്ന താപനില കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിന് കാരണമാകുകയാണ്. മുട്ടയുൽപാദനം 30 മുതൽ 40% വരെ കുറയുന്നതിനും കാരണമാകും. 29.4 ഡിഗ്രി വരെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മുട്ടയിടുന്ന സ്ഥലത്തെ ഊഷ്മാവ് 32.3 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ പക്ഷികൾക്ക് അസ്വാസ്ഥ്യമുണ്ടാകുകയും തീറ്റ കഴിക്കുന്നത് കുറയുകയും ചെയ്യും. ഇത് മുട്ട ഉൽപാദനവും ഇറച്ചി ഉൽപാദനവും കുറയാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ചൂട് 37.8 ഡിഗ്രിയിൽ കൂടുതലായാൽ മരണനിരക്കും വളരെ കൂടും. അതിനാൽ കോഴികൾ മുട്ടയിടുന്ന സ്ഥലത്തെ താപനില 23.8 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുന്നതാണ് ഉത്തമം. താപനില 32 ഡിഗ്രിക്ക് മുകളിൽ ഓരോ ഡിഗ്രി വർദ്ധിക്കുന്തോറും തീറ്റ പരിവർത്തന ശേഷിയും വളർച്ചയും 5% വരെ കുറയും. പ്രതിരോധശേഷി കുറയുന്നത് കാരണം കോഴിവസന്ത, കോഴിവസൂരി, കണ്ണുരോഗങ്ങളടക്കമുള്ള രോഗങ്ങളും പടർന്നുപിടിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ കടുത്തതോടെ സംസ്ഥാനത്തെ പാൽ ഉൽപാദനത്തിൽ ഇടിവ്. പച്ചപ്പുല്ലിന്റെ കടുത്ത ക്ഷാമവും കർഷകർക്ക് പ്രതിസന്ധിയാവും. വേനൽ കനത്തതോടെ കോഴിക്കോട് ജില്ലയിൽ ദിവസേനയുള്ള പാലുൽപാദനത്തിൽ 5000 ലിറ്ററിലധികം കുറവുണ്ടായതായി ക്ഷീരവികസന വകുപ്പ് വ്യക്തമാക്കുന്നു. 2 ആഴ്ചയ്ക്കകം പ്രതിദിനം 8% കുറവാണ് രേഖപ്പെടുത്തിയത്. ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ശരാശരി 1 ലക്ഷത്തിലധികം ലിറ്റർ പാൽ ലഭിച്ചിരുന്നു. ജനുവരിയിൽ ചൂട് തുടങ്ങിയതോടെ പ്രതിദിനം 97,000 ലിറ്ററായി കുറഞ്ഞു. ഫെബ്രുവരിയിൽ ഇത് 84,000 ലിറ്ററിലേക്ക് താഴ്ന്നു. ജില്ലയിൽ 255 ക്ഷീരസംഘങ്ങൾ വഴിയാണ് പാൽ സംഭരിക്കുന്നത്. ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ പ്രതിദിനം ശരാശരി 200 മുതൽ 500 ലിറ്റർ പാലിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേനൽ ചൂട് ഇനിയും കടുത്താൽ പാലിന്റെ അളവിൽ വൻ ഇടിവുണ്ടാകും. ചൂടിന്റെ കാഠിന്യം അനുഭവപ്പെട്ടു തുടങ്ങിയെങ്കിലും പാൽ സംഭരണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നാണ് മലബാർ മിൽമ വ്യക്തമാക്കുന്നത്. 6.1 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം സംഭരിക്കുന്നത്. വേനൽക്കാലത്തെ ക്ഷീരകർഷകരുടെ നഷ്ടം പരിഹരിക്കാൻ മിൽമ കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പാലുൽപാദനം കുറയുന്നത് 1-2 പശുക്കളെ മാത്രം വളർത്തി വരുമാനം കണ്ടെത്തുന്നവരെയാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. പുല്ല് കിട്ടാതായതോടെ ധാന്യമടങ്ങിയ കട്ടിയുള്ള തീറ്റ നൽകുന്നതും ദഹനക്കേടിനും പാലുൽപാദനം കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. റബ്ബർ RSS 4 227, RSS 5 223, ലാറ്റക്സ് 155, ജാതിക്ക 270, ജാതിപത്രി 1800 മുതൽ 2100 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 260, കാപ്പിക്കുരു 275, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾഡ് 70,600, കുരുമുളക് അൺഗാർബിൾഡ് 68,600, ഏലയ്ക്ക 2,600 മുതൽ 2,650 വരെ, വെളിച്ചെണ്ണ 24,100, കൊപ്ര 17,300, ചുക്ക് 22,500.